കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുന്നു. കൊണ്ട് നിയമപരമായിട്ട് ഇതെങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ വ്യക്തമായ പഠനം നടത്തിയാൽ നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല. നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും കേരള സർക്കാരിനോട്. ഇതിലെ കേന്ദ്രത്തിന്റെ സംസ്ഥാന സർക്കാർ പറയുന്ന കേന്ദ്ര സ്കീമാണ്. എന്താണ് നഡ്ഡാജി എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ നിങ്ങൾ അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. അദ്ദേഹം വളരെ ഡെലിജന്റ് ആയിട്ടല്ലേ പറഞ്ഞത്. സാധ്യമാകുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആശാമാരെ ഒന്നും സുഖിപ്പിക്കാനോ പക്ഷത്ത് നിർത്താനോ വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത് അത് ചെയ്യാൻ ശ്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അങ്ങനല്ലേ നിർത്തിയത്? അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇവർ ചോദിക്കുന്ന 21,000 കിട്ടണമെങ്കിൽ നിർണായക റോള് ഡിജിറ്റ്സിലേക്ക് സഹമന്ത്രി കൂടിയാണല്ലോ. അതിന്റെ ഒരു ഇടപെടൽ വേണ്ടേ? മൈക്ക് നോക്കണോ? എനിക്ക് മനസ്സിലായി. അല്ല സുരേഷ്, അതായത് ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ അലവൻസ് ഒക്കെ കൂട്ടേണ്ടത് കേന്ദ്രമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒന്ന് 2005 ഇത് കൊണ്ടുവന്ന ആൾക്കാരില്ലേ, അവരെടുത്ത് ചോദിക്കും. 2005 ഈ പദ്ധതി കൊണ്ടുവന്നു എന്ന് ഘോരം അവകാശപ്പെടുന്ന ആൾക്കാരില്ലേ പാർലമെന്റില്, അവരോട് ചോദിക്കും. അവര് രാഷ്ട്രീയം കലർത്താതെ 20 വർഷത്തിലൂടെ വളർച്ചയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ ആവശ്യപ്പെടും. ഞാനല്ലല്ലോ. ഐ എം നോട്ട് ദ മാസ്റ്റർ. ബിജെപി പുതിയ നേതൃത്വം വന്നു. കൂടുതൽ സമയം പാർട്ടി പ്രവർത്തനത്തിന് കൂടുതൽ സമയം പ്രതീക്ഷിക്കാമോ? ഇനി പുതിയ നേതൃത്വം വരികയാണ്. അപ്പം ഇനി കൂടുതൽ സമയം സുരേഷ് പാർട്ടി പ്രവർത്തനം അല്ല, ഞാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ള, എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്. അത് തന്നെ ഇനിയും തുടരും. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ സിനിമയും ചെയ്യുന്ന ആളാണ്, അതനുസരിച്ച് പൂർണ്ണ സജ്ജമാണ്. കാരണം വലിയ ഉത്തരവാദിത്തമാണല്ലോ. കാരണം 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അപ്പോൾ ഒരു ടീമായി ഒരു പുതുമുഖ 2 തെരഞ്ഞെടുപ്പുകളല്ലേ. നമുക്കിനി അങ്ങോട്ട് ഇതിനൊരു നൈരന്തര്യം വേണ്ടേ? ഞങ്ങളുടെ ചില ഗ്രിപ്പുകളിൽ നൈരന്തര്യം വേണ്ടേ? അതിന് സംസ്ഥാനം ബലപ്പെടുത്തുക എന്ന് പറയുന്നത് നിരന്തരമായ പ്രയത്നമല്ലേ? ഒരു ഇലക്ഷനെ മാത്രം മുന്നിട്ട് നിർത്തിയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോളേജ് തന്നെ ഒന്ന് ശക്തമാക്കണ്ടേ? മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മുഴുവൻ സമയം രാഷ്ട്രീയക്കാരല്ലാത്ത ഉറപ്പായിട്ടും അതിന്റെ സ്വീകാര്യതയല്ല. ഇനി അത് ഉത്തരവാദിത്വം കൂടുതലാണെന്ന് തോന്നുന്നു. മറ്റത് നമ്മൾ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ ഇപ്പൊ കേരളത്തിന്റെ യഥാർത്ഥ സംഘടനാ നേതൃത്വ ശക്തി പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ മുരളീധരനോളം തന്നെ കെൽപ്പും പ്രകടനശേഷി വ്യക്തമാക്കിയ ഒരുപാട് അധ്യക്ഷന്മാരുണ്ട്. ആരെയും നമുക്ക് ഒന്ന് പിൻ ഡൗൺ ചെയ്ത് നമുക്ക് കാണാനോ വിലയിരുത്താനോ സാധിക്കില്ല. എങ്കിലും ശ്രീ മുരളീധരന്റെ ആ തരത്തിലുള്ള ഒരു പാടവം എന്ന് പറയുന്നത് പ്രശംസനീയമാണ്. അതിന് മീറുന്ന കഴിവ്, ബേസിക് കഴിവ് അദ്ദേഹത്തിനുണ്ട്, രാജീവ് ചന്ദ്രശേഖറിന്. അത് ഒരു നേതാവെന്ന നിലയ്ക്ക് പ്രകടമാക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങട്ടെ, അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തിയതാണ് BJP ഓഫീസിൽ. അതിനിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് ആശംസ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി.